ഈശംശായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ ഇന്ന് നാം വിചിന്തനം ചെയ്യുന്നത് നമ്മളൊക്കെ കൃത്യമായി മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. നിന്റെ ഉത്സാഹം അസ്ഥാനത്താണോ? സ്ഥാനത്താകാം ഉത്സാഹം, അസ്ഥാനത്തുമാകാം നമ്മുടെ ഉത്സാഹം. അസ്ഥാനത്തുള്ള ഉത്സാഹം ദൈവം വിലമതിക്കുന്ന ഒരു കാര്യമല്ല എന്നുള്ളത് വചനത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. പ്രഭാഷകൻ 32 4 വചനമെടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, അനവസരത്തിൽ സാമർഥ്യം പ്രകടിപ്പിക്കുന്നവരുണ്ട്. അനവസരത്തിൽ, അവസരത്തിലല്ല, അസ്ഥാനത്ത് സാമർഥ്യം പ്രകടിപ്പിക്കുന്ന വ്യക്തികൾ. അതാണ് അതിൻ്റെ ആ ഒരു അന്തരാർത്ഥം. ഒരു മകനെക്കുറിച്ച് അമ്മ പറഞ്ഞ ഒരു കാര്യമാണ്. അവനോട് വായിക്കുന്ന കാര്യം, പഠിക്കുന്ന കാര്യം പറയാതിരിക്കാമെങ്കിൽ വീട്ടിലൂടെ ഓടി നടന്ന് എല്ലാ പണികളും ചെയ്തോളും. ആ പണികളൊക്കെ ചെയ്യാനായിട്ട് അവന് ഭയങ്കര ഉത്സാഹം. പക്ഷെ അവൻ സ്കൂളിൽ പഠിക്കുന്ന ഒരാളാണ്. അവൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് വായിക്കുന്നതിലും പഠിക്കുന്നതിലുമാണ്. ആ ഒരു കാര്യത്തിൽ മാത്രം അവന് താല്പര്യമില്ല, ഉത്സാഹമില്ല. പക്ഷേ ഓടി നടന്ന് മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യാൻ അവൻ സന്നദ്ധനാണ്. അതിന് ഭയങ്കര ഉത്സാഹവുമാണ്. അസ്ഥാനത്തുള്ള ഉത്സാഹം എന്ന് വേണ്ടേ അതിനെക്കുറിച്ച് പറയാൻ? ഇതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കൊരു 3 ടൈപ്പ് ആളുകളെ കുറിച്ച് ചിന്തിക്കാൻ പറ്റും. ഒന്നാമത്തെ ഗണത്തിൽപ്പെട്ടവർ ഇംഗ്ലീഷിൽ പറയും ലൂക്ക് വാം, മന്ദഗതിക്കാർ, മന്ദോഷണാവസ്ഥയിൽ കഴിയുന്നവർ. മന്ദബുദ്ധികളല്ല കേട്ടോ, ആയിരുന്നെങ്കിൽ അതായിരുന്നു ഇവരെക്കാൾ ഭേദം. കാരണം മന്ദബുദ്ധികളായിട്ടുള്ള വ്യക്തികൾക്ക് ഉത്തരവാദിത്വമില്ല അവർ ഉത്സാഹം കാണിക്കാത്തതിൽ. അവർക്ക് അതിനുള്ള കഴിവില്ലാത്തത് കൊണ്ടായിരിക്കാം. പക്ഷേ കഴിവുണ്ടായിട്ട്, അവസരങ്ങളുണ്ടായിട്ട് മന്ദോഷണാവസ്ഥയിൽ കഴിയുന്നവർ, അതുമൂലം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നവർ, ചെയ്യേണ്ടതുപോലെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നവർ, അതെല്ലാം നമ്മളെ പ്രശ്നത്തിലാഴ്ത്തും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഏതാനും വചനങ്ങൾ എടുക്കുമ്പോൾ ഈ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. റോമ 12:11 വായിച്ചാൽ, തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിന് ശുശ്രൂഷ ചെയ്യുക. നമ്മൾ ജ്വലനമുള്ളവരായിരിക്കണം. മന്ദോഷണാവസ്ഥ നമുക്ക് ചേർന്നതല്ല എന്നുള്ളത് ഈ വചനം നമ്മെ പഠിപ്പിക്കുക. വെളിപാട് പുസ്തകം 3-ാം അധ്യായം 15 മുതൽ 19 വരെ വായിക്കുമ്പോൾ ഈ ഒരു കാര്യം അവിടെയും എടുത്തു പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. നീ ചൂടോ തണുപ്പോ ഇല്ലാത്ത വ്യക്തിയാണ്, മന്ദോഷണാവസ്ഥയിൽ കഴിയുന്ന ഒരു വ്യക്തി. നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്നും തുപ്പിക്കളയും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. മാത്രമല്ല ലൂക്കാ 12:47-48 വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, അധികം ലഭിച്ചവരിൽ നിന്ന് അധികം ആവശ്യപ്പെടും. ദൈവത്തിൽ നിന്ന് അധികം താലന്തുകൾ ലഭിച്ച നമ്മൾ മന്ദോഷണാവസ്ഥയിൽ കഴിയുന്നെങ്കിൽ നിശ്ചയമായിട്ടും അതിന് നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. അധികം ലഭിച്ചവരിൽ നിന്നും ദൈവം അധികം ആവശ്യപ്പെടും. അധികം ഏൽപ്പിക്കപ്പെട്ടവരോട് അധികം ചോദിക്കും. ഇതാണ് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുക. രണ്ടാമതൊരു ഗണത്തിൽപ്പെട്ടവരെ കാണാൻ സാധിക്കും. അവരാണ് സ്മാർട്ടായിട്ടുള്ള ആൾക്കാർ, തീഷ്ണമതികളായിട്ടുള്ള ആൾക്കാർ. അത് ആദിമ ക്രൈസ്തവ സമൂഹത്തിലേക്ക് നോക്കിയാൽ അവർ വളരെ സ്മാർട്ടായിരുന്നു. പല കാര്യത്തിലും, പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ, ശുശ്രൂഷ ചെയ്യുന്ന കാര്യത്തിൽ, പങ്കുവയ്ക്കുന്ന കാര്യത്തിലെല്ലാം അവർ തീക്ഷ്ണമതികളായിരുന്നു എന്നുള്ളത് അപ്പസ്തോല പ്രവർത്തനങ്ങൾ ആദ്യത്തെ ഏതാനും അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പസ്തോല പ്രവർത്തനം 4:31 അവർ പ്രാർത്ഥിച്ചപ്പോൾ അവിടെ ഉണ്ടായൊരു സംഭവം പറഞ്ഞിട്ടുണ്ട്. ഒരുമിച്ച് കൂടിയ ആ സ്ഥലം, ആ ഭവനത്തിൻ്റെ അടിത്തറ അത് കുലുങ്ങി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ദൈവസാന്നിധ്യം വെളിപ്പെട്ടു. ശുശ്രൂഷിക്കുന്ന കാര്യം അപ്പസ്തോല പ്രവർത്തനങ്ങൾ 8-ാം അധ്യായം 4 മുതൽ വായിക്കുമ്പോൾ ഫിലിപ്പോസൊക്കെ ഒരു സ്ഥലത്തു നിന്ന് അടുത്ത സ്ഥലത്തേക്ക്, കാരണം ദൈവജനം ചിതറിക്കപ്പെട്ടു, പീഡനങ്ങളുണ്ടായി, മതപീഡനങ്ങൾ, അവർ ചിതറിക്കപ്പെട്ടു. അവരുടെ ഇടയിലേക്ക് ഓട്ടി നടന്ന് വചനം പറയുന്ന ഫിലിപ്പോസിനെ മറ്റ് അപ്പസ്തോലന്മാരെ നമുക്ക് കാണാൻ പറ്റും. ശുശ്രൂഷയിൽ അവർ കാണിച്ച തീക്ഷ്ണത ഇവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ പങ്കുവയ്ക്കുന്ന കാര്യം അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4:32 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, പൊതുസ്വത്ത്, ആരും പ്രൈവറ്റ് പ്രോപ്പർട്ടി ഒന്നും ഓൺ ചെയ്തില്ല. അവർ കോമൺ പ്രോപ്പർട്ടി ഓരോരുത്തരുടെയും ആവശ്യം അനുസരിച്ച് അതിൽ നിന്നും പങ്കുവയ്ക്കുന്ന ആ ഒരവസ്ഥ നമുക്ക് കാണാൻ പറ്റും. മൂന്നാമതൊരു കൂട്ടരെ നമുക്ക് കാണാൻ സാധിക്കും, അമിതോത്സാഹം കാണിക്കുന്നവർ. ഇംഗ്ലീഷിൽ ഓവർ സ്മാർട്ട് എന്ന് പറയും. സ്മാർട്ടായിരിക്കും നല്ലതാണ്, നല്ല തീഷ്ണത, ഊർജ്ജസ്വലത, ഇതെല്ലാം നല്ലതാണ്. പക്ഷേ ഓവർ സ്മാർട്ട് ആകുന്നത് അപകടകാരിയാണ്. അത് ദൈവം പ്രശംസിക്കുന്ന ഒരു കാര്യമല്ല, മനുഷ്യർ പോലും പ്രശംസിക്കത്തില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. പ്രഭാഷകൻ 32:4 നമ്മൾ കാണുന്നു, അസ്ഥാനത്തുണ്ടാകാവുന്ന ഉത്സാഹം, അനവസരത്തിൽ കാണിക്കുന്ന സാമർഥ്യം നന്നല്ല എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കാൻ. നമുക്കിതിൻ്റെ വെളിച്ചത്തിൽ ചില ചീത്ത കോമ്പിനേഷൻസ്, അതുപോലെ ചില നല്ല കോമ്പിനേഷൻസ് വചന വെളിച്ചത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ആദ്യം നമുക്ക് ഏതാനും ചീത്ത കോമ്പിനേഷൻസ് മനസ്സിലാക്കാം. മനുഷ്യർക്ക് വേണ്ടി
ഉത്സാഹം കാണിക്കുന്ന വ്യക്തികളുണ്ട്. ദൈവത്തിൻ്റെ മുമ്പിൽ ആ ഉത്സാഹം അവർക്കുണ്ടാകണമെന്നില്ല. ശരിക്കും നമുക്ക് ഉത്സാഹം ഉണ്ടാകേണ്ടത് ദൈവത്തിന് വേണ്ടിയാണ്, ദൈവത്തിൻ്റെ മുമ്പിലാണ്. സങ്കീർത്തനം 118 8-ാമത്തെ വചനം പറയുന്നുണ്ടല്ലോ, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ ആശ്രയിക്കുന്നതാണ് നല്ലത്. വേറെ ചിലര് പാപം ചെയ്യാൻ വലിയ ഉത്സാഹം, അനുദപിക്കാൻ ഒരു മന്ദഗതി. ഇതല്ല നമുക്ക് വേണ്ടത്. അനുദപിക്കാനാണ് നമ്മൾ 10 ഇരട്ടി ഉത്സാഹത്തോടെ പരിശ്രമിക്കേണ്ടത് എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ബാറൂക്കിന്റെ പുസ്തകം 4-ാം അധ്യായം 27-28 വചനങ്ങളിൽ. മറ്റൊന്ന്, മിനിസ്ട്രി ചെയ്യാൻ വലിയ ഉത്സാഹം കാണിക്കുന്ന വ്യക്തികളുണ്ട്. പക്ഷെ പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ വലിയ താല്പര്യമില്ല, ഒരു മന്ദോഷണാവസ്ഥ. ശരിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നതിലാണ് തീഷ്ണമതികളായി മാറേണ്ടത്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ദൈവം അത്ഭുതകരമായി പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ചിലരെ എത്ര ശുശ്രൂഷ ഉണ്ടെങ്കിലും അതിനെല്ലാം ഓടി നടന്ന് അതെല്ലാം ചെയ്തെന്ന് വരും. ഒരല്പസമയം കുത്തിയിരുന്നൊന്ന് പ്രാർത്ഥിക്കുന്ന, വചനം ധ്യാനിക്കുന്ന കാര്യം അതവർക്ക് സ്വീകാര്യം ആകണമെന്നില്ല. മറ്റൊരു കാര്യം കൂടി നമുക്ക് കാണാൻ സാധിക്കും. സംസാരിക്കുന്ന കാര്യത്തിൽ തിടുക്കമുള്ളവർ, പക്ഷേ കേൾക്കാൻ വലിയ ഒരു വിമുഖത കാണിക്കുന്ന വ്യക്തികൾ. യാക്കോബ് 1:19 നമ്മൾ വായിക്കുന്നത്, സംസാരിക്കുന്നത് തിടുക്കം കൂട്ടരുത്, നിങ്ങൾ ശ്രവിക്കുന്നതിൽ നിങ്ങൾ ഉത്സാഹമുള്ളവരായി മാറുക, അവരെയാണ് കർത്താവ് വിലമതിക്കുന്നത് എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ചീത്ത കോമ്പിനേഷൻസ് ആണ് നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നല്ല കോമ്പിനേഷൻ. 2 കൊരിന്തോസ് 5:13 അവിടെ പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഞാൻ ഉന്മത്തനാണ് എന്നാൽ സമചിത്തനുമാണ്. ദൈവത്തിന് വേണ്ടി ഉന്മത്തത, നിങ്ങളെ പ്രതി സമചിത്തത പാലിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇത് മനോഹരമായ ഒരു കോമ്പിനേഷനാണ്. 1 കൊരിന്തോസ് 9:27 വായിച്ചാൽ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ എന്നോട് കാർക്കശ്യം പുലർത്തും, പക്ഷെ മറ്റുള്ളവരോട് ഞാൻ അനുകമ്പ കാണിക്കും. ചിലർക്ക് നേരെ വിപരീത, മറ്റുള്ളവരോട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഓരോ കാര്യം ചെയ്യണമെന്നുള്ള നിർബന്ധം കാണിക്കും. പക്ഷേ തൻ്റെ തന്നെ കാര്യം വരുമ്പോൾ പല ന്യായീകരണങ്ങൾ. ഇതല്ല ശരിയായിട്ടുള്ളത്. അപ്പോസ്തല പ്രവർത്തനം 20:35 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, സ്വീകരിക്കുന്നതിനേക്കാൾ നൽകുന്നതാണ് ശ്രേയസ്കരം. ചിലര് സ്വീകരിക്കാൻ വലിയ താല്പര്യമാണ്, നൽകുന്ന കാര്യത്തിൽ വിമുഖത. ഫ്രാൻസിസ് സാലസ് പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്, ആസ്ക് നത്തിങ്, റെഫ്യൂസ് നത്തിങ്. ഒന്നും ചോദിച്ചു വാങ്ങാൻ പോകരുത്. അതുപോലെ തന്നെ നൽകപ്പെടുന്നത് സന്തോഷത്തോടെ നിങ്ങൾക്ക് സ്വീകരിക്കുവാൻ സാധിക്കുകയും ചെയ്യും. മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കോമ്പിനേഷനായിട്ട് നമുക്ക് കാണാൻ പറ്റുക ജോൺ മരിയ വിയാനി. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ശുശ്രൂഷ, കുറച്ച് വിശ്രമം. വേറെ ചിലർക്ക് മിക്കവാറും സമയമെല്ലാം വിശ്രമമാണ്, വിശ്രമ ജീവിതം. അവര് പല കാര്യങ്ങൾ ചെയ്യാനുള്ള സാധ്യത ഉണ്ടായിട്ട് അതൊന്നും ചെയ്യാതിരിക്കുന്നത്. അതല്ല നല്ലൊരു കോമ്പിനേഷൻ ജോൺ മരിയ വിയാനിയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നു. 2-3 മണിക്കൂറൊക്കെയാണ് വിശ്രമിച്ചത്, ബാക്കി സമയമെല്ലാം പ്രവർത്തന നിരതനായിരുന്ന ഒരു വ്യക്തി. ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ഉത്സാഹം അത് യഥാസ്ഥാനത്തായിരിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കുകയും അതിനു വേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മുടെ ഇന്നത്തെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ശിരസ് നമിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നാളെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും നമുക്ക് ഒരുമിച്ച് വരാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.